ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്നു മുതൽ അത് ആരംഭിക്കുമ്പോൾ എന്തെല്ലാം കടകൾക്കാണ് തുറക്കാൻ കഴിയുക, ഏതൊക്കെ കടകൾ ഇനി അടച്ചിടണം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നാൽ, നമ്മുടെ സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പരമാവധി ശ്രമിച്ചിട്ടും കുറയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ലോക്ക്ഡൌൺ ഒന്നുകൂടി കടുപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്ന എല്ലാ ഇളവുകളും പിൻവലിക്കുകയാണ്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്കും, നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്കും, വ്യവസായ മേഖലയ്ക്കുള്ള അസംസ്കൃത വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്കും മാത്രമാണ് തുറക്കാനുള്ള അനുമതിയുള്ളത്. കാർഷിക മേഖലയ്ക്ക് ഒരു ചെറിയ ഇളവ് എന്ന് പറഞ്ഞാൽ, റബ്ബർ കർഷകർക്ക് റീപ്ലാന്റ് ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു ജോലി ചെയ്യാം. കാരണം ഈ ഒരു സമയത്തെ അത് നടക്കുകയുള്ളൂ. മഴക്കാലം തുടങ്ങുകയാണ്. ഈ സമയത്ത് തന്നെ ചെയ്യേണ്ട ജോലിയാണ്. അതുകൊണ്ട് അവർക്ക് ഇളവുണ്ട്. ബാക്കിയുള്ള ഒന്നിനും ഇളവില്ല. നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പേരിൽ കേസെടുക്കുകയും 2 വർഷം വരെ തടവ് ശിക്ഷയും 10,000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമായിരിക്കും നിങ്ങളെ മേൽ ചുമത്തുക എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഒരു ഫൈൻ അടച്ച് രക്ഷപ്പെടാനൊന്നും കഴിയുകയില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇളവുകൾ ലഭിച്ച മൊബൈൽ കടകൾ, അതുപോലെ തന്നെ കണ്ണട റിപ്പയറിംഗ് ഷോപ്പുകൾ, കമ്പ്യൂട്ടർ റിപ്പയറിംഗ് ഷോപ്പുകൾ, തുണിക്കടകൾ, ചെരുപ്പ് കടകൾ, ജ്വല്ലറികൾ, ബുക്ക് സ്റ്റാളുകൾ, ഇവക്കൊന്നും ഇനി തുറക്കാൻ കഴിയുകയില്ല. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ തുറക്കാൻ കഴിയുകയില്ല. പ്രഭാത സായാഹ്ന നടത്തത്തിനുള്ള അനുമതി ഉണ്ടായിരുന്നു. ആ അനുമതിയും റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കശുവണ്ടി ഫാക്ടറികൾ, സർക്കാർ ഓഫീസുകൾ 7-ാം തീയതി മുതൽ ആരംഭിക്കാനിരിക്കുകയായിരുന്നു. ഈ ഒരു തീരുമാനവും മാറ്റിയിരിക്കുകയാണ്. അതിപ്പോൾ തൽക്കാലം 10-ാം തീയതിയിലേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ കടയുമായി ബന്ധപ്പെട്ടിട്ടാണ്. റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇന്ന് അവസാനിക്കുകയാണ്. മെയ് മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളുടെ വിതരണം ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. ഇനി ആരെങ്കിലും ഇത്രയും മെയ് മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ വിഷു കിറ്റും കൈപ്പറ്റാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടൻ പോയി കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്നിരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.